പാലക്കാട് എലപ്പുള്ളി മദ്യകമ്പനി കെട്ടിടത്തിന് ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കെ പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ട് അനുമതി നൽകാനുള്ള നീക്കത്തിനെതിരെ ബിജെപി പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്തിനുള്ളിൽ പ്രതിഷേധിച്ചു. ടൗൺ പ്ലാനറുടെ ലേഔട്ടിനെ പഞ്ചായത്ത് പ്രസിഡന്റും തള്ളി. കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ പരിഗണിക്കാതെയാണ് ടൗൺ പ്ലാനർ അംഗീകാരം നൽകിയതെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പറയൂ. നിർമ്മാണ കമ്പനിയുടെ കെട്ടിടത്തിന് ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കെ പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ട് അനുമതി നൽകാനുള്ള നീക്കത്തിനെതിരെയാണ് ബി.ജെ.പി. പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്തിനുള്ളിൽ പ്രതിഷേധിച്ചത്. തുടർന്ന് നടന്ന പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ ബി.ജെ.പിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ വിഷയം ഉന്നയിക്കുകയും മദ്യകമ്പനി വന്നാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്നും അനുമതി നൽകരുതെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. ബി.ജെ.പിയുടെ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഗിരീഷ് ബാബു, വി സന്തോഷ്, എ സുബ്രഹ്മണ്യൻ, സുധീഷ് കുമാർ, സി അനിത തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം നടന്നത്. അതേസമയം തന്നെ ഈ ടൗൺ പ്ലാനറുടെ ലേഔട്ടിനെ തള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തെത്തി. കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ പരിഗണിക്കാതെയാണ് ടൗൺ പ്ലാനർ അംഗീകാരം നൽകിയതെന്നും ഒയാസിസിനെ ടൗൺ പ്ലാനർ അംഗീകാരം നൽകിയതിന് പിന്നിൽ രഹസ്യ അജണ്ടയാണ് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് അറിയാതെയാണ് ടൗൺ പ്ലാനർ അംഗീകാരം നൽകിയിരിക്കുന്നത്. പഞ്ചായത്തിലെ പ്രദേശത്തെ കിണറിലെ മലിനമായ വെള്ളം ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രസിഡന്റ് സംസാരിച്ചത്. ഈ ടൗൺ പ്ലാനർ നൽകിയ ലേഔട്ടിന് അംഗീകാരം ഏതായാലും പഞ്ചായത്ത് നൽകില്ല എന്നുള്ളതാണ് പറയുന്നത്. പഞ്ചായത്ത് യോഗത്തിന് ശേഷം നിലപാട് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുകയായിരുന്നു. മദ്യകമ്പനിക്ക് ഈ കെട്ടിട നിർമ്മാണത്തിന് വ്യവസ്ഥകളോടെ ടൗൺ പ്ലാനർ അംഗീകാരം നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. കോടതിയിൽ കേസ് നൽകുന്നതിനാൽ തീരുമാനമാകും വരെ ഒരു അനുമതിയും നൽകില്ലെന്ന നിലപാടിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഏതായാലും ഉള്ളത്. പൊതു താൽപര്യ ഹർജിയിൽ ഈ ബ്രൂവറി സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷകൾ പഞ്ചായത്ത് ഉൾപ്പെടെ അന്തിമ വിധി വരെ മാറ്റിവെക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. ശരി, അരുണാലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.